വാടാമല്ലി തൈ എങ്ങനെ തണ്ട് മുറിച്ച് നടാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നല്ലോണം നീളത്തിൽ ഒരു കുഴി എടുക്കുക. അധികം കുഴി എടുക്കണ്ട, നല്ല ഇച്ചിരി ഒരു വളമിടാൻ വേണ്ടി മാത്രമുള്ള ഒരു കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും കൂടെ ഉള്ളതാണിത്, മിക്സായിട്ട് കിടക്കുന്നതാണ്. അത് നല്ലോണം കുഴിയിലോട്ട് ഇടുക. അതിൻ്റെ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കൂടെ അവിടെ ഇട്ടേക്കുവാണ്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇങ്ങോട്ട് വാരിയിടുവാണ്. അങ്ങനെ കിടന്ന് കമ്പോസ്റ്റ് ആയതാണ്. ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടിയൊക്കെ നല്ല വളമാണ്. കമ്പോസ്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് ചെടിക്കൊരു ദോഷവും വരത്തില്ല. എന്നിട്ട് അതിന് ശേഷം അത് മണ്ണിട്ട് മൂടുക. നല്ലോണം മണ്ണിട്ട് മൂടിയിട്ട് നമുക്കിനി തൈയിൽ നിന്ന് തണ്ട് മുറിച്ച് നടാം. ഞാൻ നേരത്തെ നട്ട ഒരു ചെടിയാണ്. അതിൽ നിന്ന് ഒരു വട്ടം ഞാൻ നുള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് നല്ല ശിഖരങ്ങളോടെ നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അതിനകത്തുനിന്ന് വീണ്ടും ഞാൻ മുറിച്ചെടുത്ത് തൈ ഉണ്ടാക്കുവാണ്. അന്നേരം ചെടി നല്ല ബുഷിയായിട്ട് വളരും. അതിനകത്ത് നിറയെ പൂവും പിടിക്കും. ഓണമല്ലേ വരാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള തണ്ട് നടിയിലാണ്. മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തണ്ട് മുറിച്ച് നേരിട്ട് നടുന്നത്. ഉണക്കാവുന്ന സമയത്ത് നമുക്കിങ്ങനെ നട്ടാൽ ചെടി വാടിപ്പോയി ചിലപ്പോൾ പിടിച്ചെന്ന് വരത്തില്ല. ഉണക്ക സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് കുറച്ച് മണ്ണെടുത്തിട്ട് അതിലേക്ക് കമ്പ് കുത്തി കൊടുത്തിട്ട് തണലത്തോട്ട് വെക്കുക. ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വേര് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് നേരിട്ട് തടത്തിലോട്ടങ്ങ് കുത്തി കൊടുക്കാം, ഉണങ്ങിപ്പോകത്തില്ല. നടുമ്പോൾ ഇച്ചിരി അകലം പാലിച്ച് നടുക. നമുക്ക് ഇങ്ങനെ ഈ ചെടിയിൽ നിന്ന് എത്ര തൈ വേണേലും ഉണ്ടാക്കാം. കമ്പ് മുറിച്ച് നടുന്നതാണ് എനിക്ക് എളുപ്പം. കാരണം എന്ന് പറഞ്ഞാൽ കമ്പ് മുറിച്ച് നടുമ്പോൾ നല്ലോണം ഇച്ചിരി വലിപ്പമുള്ളതല്ലേ, തൈയുടെ കണക്കല്ലല്ലോ. നല്ല രീതിയിൽ കിളിച്ചും വരും. നമുക്ക് പെട്ടെന്ന് പൂവും കിട്ടും. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഇത് നടാൻ. വാടാമല്ലിക്ക് വെയിലാണ് ആവശ്യം. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് സൈഡിലോട്ട് കുറച്ച് യൂറിയൊക്കെ വേണം ഇട്ട് കൊടുക്കാം. ചെടി നല്ലോണം വളർന്ന് വരുന്നിടം വരെ നമുക്ക് നൈട്രജൻ വളങ്ങളാണ് നല്ലത്. കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതും പിന്നെ നമ്മുടെ ഈ കളകളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അത് ലയിപ്പിച്ച് നേർപ്പിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പൂ പിടിക്കാൻ സമയമാകുമ്പോൾ മാത്രം നമുക്ക് മറ്റു വളങ്ങൾ കൊടുത്താൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.